അസ്സലാമു അലൈക്കും. സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ മഹത്വങ്ങൾ എത്ര വലുതാണെന്നറിയാം. നാം എത്ര സ്വലാത്ത് ചെല്ലുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ പദവി അള്ളാഹു ഉയർത്തിക്കൊണ്ട് നാം ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹു അത് മലക്കുകൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരണമെന്നുണ്ടോ? എങ്കിൽ സ്വലാത്ത് ധാരാളം ചൊല്ലും. പിന്നെ സ്വലാത്തിന് വല്ലാത്തൊരു ശക്തിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, 1000 സ്വലാത്ത് വീതം ഒരാൾ എല്ലാ ദിവസവും ചൊല്ലുന്നു എങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന ഇടം കാണാതെ അയാൾ മരിക്കൂല എന്ന്. സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുകയാണ്. മറ്റേത് ഇബാദത്തുകൾക്കും ഇല്ലാത്ത പല പ്രത്യേകതകളും സ്വലാത്തിനുണ്ട്. സ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട് എന്നൊന്നും അള്ളാഹു ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ലല്ലോ. എന്നാൽ സ്വലാത്ത് അള്ളാഹുവും ചൊല്ലുന്നുണ്ട്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.